എല്ലാവർക്കും ഡീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 4 ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഒരു പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴന്നു വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു വലിയ സവാളയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മൾ വേവിച്ച് പൊടിച്ചു വെച്ച ഉരുളക്കിഴങ്ങാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണം. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തണുത്ത് വരട്ടെ. ഇനി നമുക്ക് ആവശ്യമുള്ളത് 3 മുട്ടയാണ്. 3 മുട്ട പുഴുങ്ങിയെടുത്ത് ഇതുപോലെ ആക്കിയെടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ ബോള് പോലെ ആക്കിയെടുക്കണം. എന്നിട്ട് കയ്യിലേക്ക് നല്ലതുപോലെ പരത്തിയെടുക്കണം. കയ്യിലൊട്ടാതിരിക്കാൻ കുറച്ച് ഓയിലാക്കി കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മളിതാ ഇതുപോലെ മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ട് അത് പൊതിഞ്ഞെടുക്കാം. ഈ രൂപത്തിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ എല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇതാ ഇതെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് ഇത് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഇനിയിപ്പോൾ ഇതാ ഇതൊന്ന് മുട്ടയിലേക്ക് മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിലിട്ട് പൊതിഞ്ഞെടുക്കാം. ഇതാ ഞാൻ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഓയിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതൊക്കെ ഇട്ട് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം ആയാൽ തിരിച്ചിട്ട് കൊടുത്താൽ മതി. മറ്റേ ഭാഗം കൂടി ഒന്ന് ആയി വരട്ടെ. അപ്പോൾ നമ്മുടെ എഗ് കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ മുട്ട കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.